ബിജെപി സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്ന യോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കമാണ് പ്രധാന ചർച്ചാ വിഷയം. ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, ഇന്നിപ്പോൾ ബിജെപി സംസ്ഥാന നേതൃയോഗം നടക്കുന്നു എന്നതിനുപരി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ തന്നെയാകുമോ പ്രധാന അജണ്ട? ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമിത്ഷാ എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഏറ്റവും പ്രധാനമായി രണ്ട് പരിപാടികളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അമിത്ഷാ പങ്കെടുക്കുന്നത്. ഒന്നൊരു സ്വകാര്യ പരിപാടിയാണ്, ഒരു മാധ്യമ കോൺഫറൻസ് ആണ്. അത് എറണാകുളം ബോൾഗാട്ടി പാലസിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ആ പരിപാടിക്ക് ശേഷമാണ് അദ്ദേഹം നമ്മളിപ്പോഴുള്ള എറണാകുളം റെനെ ഹോട്ടലിൽ BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുക. ദിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഒരു സംസ്ഥാന നേതൃയോഗത്തിൽ കൂടിയാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണയും കഴിഞ്ഞ മാസവും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അത് ആ മേഖലയിലുള്ള ഏകദേശം വിവിധങ്ങളായ പാർട്ടി ഘടകങ്ങളുടെ നേതൃത്വവുമായി അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന പരിപാടിയിൽ സംവദിക്കുകയും ചെയ്തിരുന്നു. വികസിത കേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് BJP ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നത്. ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ പ്രകാശ് ജാവ്ദേക്കറും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ, സഹപ്രഭാരി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മോർച്ച പ്രസിഡന്റുമാർ മുതൽ അങ്ങോട്ട് മേലേക്ക് സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ പരിഗണന നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനാണ്. അതുകൊണ്ടാണ് ഓരോ വാർഡ് സമിതിയിലെയും അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നീക്കുപോക്കുകളെക്കുറിച്ച് ഇന്ന് ഈ യോഗത്തിൽ ചർച്ചയാകും. അതിനുശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്യും. പക്ഷേ ഈ യോഗത്തിന് ശേഷം നാളെ തൃശ്ശൂരിലും സംസ്ഥാനതല ശില്പശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്.